ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ തരംഗമായി കൊണ്ടിരിക്കുന്ന AI ഫോട്ടോസുകൾ എങ്ങനെയാണ് നമ്മുടെ ഫേസ് കട്ടിലുള്ള ഫോട്ടോസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റുകളും അതുപോലെ ആപ്ലിക്കേഷൻസുകളൊക്കെ പരിചയപ്പെട്ട് കാണും. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞു അതിനൊന്നും നമ്മളെ ഫേസ് കട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ ഫേസ് കട്ടിലുള്ള അതേ ഫോട്ടോസുകൾ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുക, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് മുഖേനയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗുമായി കുറേ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ AI ഫോട്ടോസുകൾ നമ്മുടെ ഫേസ് കട്ടിലുള്ള ഫോട്ടോസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ആ വീഡിയോ യൂസ്ഫുൾ ആണ്, ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബിങ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ബി എന്ന ഈ ബ്ലൂ കളറിലുള്ള ഒരു ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ബിങ് ആപ്ലിക്കേഷൻ കാണാം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നമുക്ക് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പെർമിഷൻസ് ഒക്കെ അലോ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നമുക്കിവിടെ ഒരുപാട് എഫക്റ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഹോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോയുടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സൈൻ ഇൻ കൊടുക്കണം. ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് ഒരു ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു പുതിയ ID ഉള്ളവരാണെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ID നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് വെച്ചുകൊണ്ട് നിങ്ങളിത് ലോഗിൻ ചെയ്യുക. അപ്പം ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമെയിൽ ID വെച്ചുകൊണ്ട് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് ഇവിടെ ഇത് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹോമിലോട്ട് വരിക. ഹോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലാണ് നമുക്ക് ഈ ഒരു ഫോട്ടോസുകളൊക്കെ അതുപോലെ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും പിന്നീട് വരുന്നത്. ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു വേർഡ് നമ്മളിവിടെ കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത വേർഡുകൾ നമ്മൾ കോപ്പി ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. പറയാത്തവർക്കായിട്ട് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. ഞാനിവിടെ ആ ഒരു വേർഡ് കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ്. കൊടുത്ത് പേസ്റ്റ് ചെയ്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ ഒരു വേർഡ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളിവിടെ ഈ താഴെ ആയിക്കൊണ്ട് ഈ കാണുന്ന കോളത്തിൽ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ DP വെച്ചുകൊണ്ടായിരിക്കും, വാട്സപ്പിൻ്റെ ആ ഒരു ഐക്കണൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഫോട്ടോ ലഭിക്കുന്നത്. ഇനി നമ്മളെ ഫോട്ടോ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴെ ആയിക്കൊണ്ട് ഞാൻ ഇവിടെ മുത്തു ഷിഹ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആ ഒരു പേരായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ പേര് മാറ്റി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നിങ്ങളെ പേര് എഡിറ്റ് ചെയ്യുന്ന സ്ഥലം, ഈ ഒരു ഭാഗത്താണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്തിരുന്നു. വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രിയേറ്റിംഗ് എന്ന് കാണും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കോട്ടെ AI ക്രിയേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് മോഡൽസുകൾ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്മൾ മുകളിൽ വാട്സപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഇമേജ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏത് ഫോട്ടോസാണ് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ സൈഡിലായിക്കൊണ്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുണ്ട്. ഈ ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു മോഡൽ AI ഫോട്ടോ ആണ്. നമുക്ക് ഫേസ്ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ ആ പേസ്റ്റ് ചെയ്ത് ഇവിടെ വാട്സപ്പ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇൻസ്റ്റഗ്രാം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പേര് നമുക്ക് ഈ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ക്രിയേറ്റിംഗ് എന്ന് കാണിക്കും. ഇതുപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ വെച്ചിട്ടുള്ള ഫോട്ടോസുകൾ കാണാൻ സാധിക്കും. അല്ലേ? കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതുപോലെയുള്ള ഫോട്ടോസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ
ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തരത്തിലുള്ള ഫോട്ടോസുകൾ ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോസിൽ നമ്മൾ ആ ഒരു ഫേസ് വരുത്തുന്നത് അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുള്ള ഇഷ്ടമുള്ള AI ഫോട്ടോസുകൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ആ ഒരു വെബ്സൈറ്റിലോട്ട് കയറുക. ഞാനൊരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫേസ് മറ്റൊരു ഫോട്ടോസിനോട് സെയിം ആക്കുന്നത്. മറ്റേത് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫോട്ടോ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഫേസിനോട് സാമ്യം വരണമെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഫോട്ടോ ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ഫോട്ടോ എന്നുള്ളിടത്ത് നമ്മളെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യണം. മോൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം അടുത്ത പെൻസിൽ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് എഫക്റ്റാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരുപാട് ഫോട്ടോസുകളുടെ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ, അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ആഡ് ഒന്ന് കൊടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോയോട് മാച്ച് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാപ്പ് ഫേസ് നോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അപ്ലോഡിംഗ് എന്ന് കാണിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് സക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ആ ഫേസ് മാറിയിട്ടുണ്ട്. മോൻ്റെ അതേ ഫോട്ടോ, എൻ്റെ മകൻ്റെ അതേ ഫോട്ടോ എൻ്റെ രൂപത്തിലുള്ള ഒരു ഫോട്ടോയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് AI ഫോട്ടോസുകൾ നിങ്ങളുടെ ഫേസ് അതേ ലുക്കിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യാം. ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇതിവിടെ മോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവമാണ് നമുക്ക് കോപ്പി ചെയ്യണം. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യുക. എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ഓപ്പണായി വന്നാൽ സെലക്ട് ടെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ടെക്സ്റ്റുകൾ നമുക്കിവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ കോപ്പിയുടെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കോപ്പി ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് കോപ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഈ സെലക്ട് ആയത് മാത്രമാണ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ടെക്സ്റ്റുകളും നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സീ യു.